ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു തേങ്ങാ ചമ്മന്തിയാണ്. മൈ നെയിം ഈസ് ജോ. വെൽക്കം ടു മൈ ചാനൽ. ചട്നി ഉണ്ടാക്കുവാനായി 240 മില്ലിയുടെ 1 കപ്പ് തേങ്ങ, ചുവന്നുള്ളി 5 എണ്ണം, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, ഇഞ്ചി കൂടി പോവാതെ ശ്രദ്ധിക്കുക, കറിവേപ്പില 1 തണ്ട്, വറ്റൽമുളക് 2 എണ്ണം. ഇനി അരയ്ക്കുവാനായി 1 കപ്പ് തേങ്ങ, 5 ചുമന്നുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 കപ്പ് വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ഇനി നമുക്ക് താളിക്കുവാനായി 3 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, 2 വറ്റൽമുളക്, 1 തണ്ട് കറിവേപ്പില എന്നിവ എടുക്കാം. ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് തീ ഓണാക്കുക. പാൻ നന്നായി ചൂടായതിന് ശേഷം 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടായതിന് ശേഷം 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. ഇനി നമുക്ക് കഷണങ്ങളാക്കിയ വറ്റൽമുളക് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. ഇനി ചെറിയ കഷണങ്ങളാക്കിയ 3 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായി മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് വെണ്ണ പോലെ അരച്ചു വെച്ചിരിക്കുന്ന ചട്നി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ തേങ്ങയുടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. കുറുകിയ ചട്നി ഇഷ്ടമില്ലാത്തവർക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. മീഡിയം ഫ്ലെയിമിൽ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ട് വേവിച്ചെടുക്കുക. 3 to 5 മിനിറ്റ് ആകുമ്പോഴേക്കും ചെറിയ കുമിളകൾ പോലെ വരുവാൻ തുടങ്ങും. ഇപ്പോൾ നമ്മുടെ ചമ്മന്തി തിളയ്ക്കുവാൻ തുടങ്ങിയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്ത് പാൻ അടുപ്പത്തു നിന്നും മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ചമ്മന്തി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി താഴെ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.